റാഫി, ഇന്നിപ്പോൾ ആ കുട്ടി സ്കൂളിലേക്ക് എത്തിയില്ല എന്നാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്ന് പറയുന്നു. ഏതായാലും ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലേക്ക് കുട്ടിക്ക് അവിടെ വിദ്യാഭ്യാസത്തിൽ തുടരാം, അല്ലെങ്കിൽ അധ്യയനത്തിൽ തുടരാമെന്നുള്ള ഉറപ്പ് ഈ സ്കൂൾ അധികൃതർ നൽകുന്നുണ്ട് അല്ലേ? തീർച്ചയായും ഈ കുട്ടിയെ ഒരു തരത്തിലും സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നും ഭാവിയിൽ കുട്ടി സ്കൂളിൽ തന്നെ പഠിക്കണമെന്നുള്ളതാണ് സ്കൂളിൻ്റെ ആഗ്രഹം എന്നു കൂടിയാണ് മാനേജ്മെൻറ്റ് പറഞ്ഞു വെക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ കുട്ടിയുടെ പിതാവുമായി ഒരു ചർച്ച സ്കൂൾ നടത്തുന്നത്. അതിൽ രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് സ്കൂൾ പങ്കുവെക്കുന്നത്. അത് ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. കാരണം സ്കൂൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയുടെ പിതാവുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. കുട്ടിയുടെ പിതാവ് ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് തയ്യാറായി, അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. അതിനിടയിലാണ് മന്ത്രി ഇത്തരത്തിൽ സ്കൂളിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം വിശദീകരിക്കുന്നതും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിന് നോട്ടീസ് നൽകുന്നതും ആ നോട്ടീസ് കൂടാതെ തന്നെ ഈ കുട്ടിയെ ശിരോവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും ഇതോടുകൂടിയാണ് ഈ പിതാവിൽ നിന്ന് എടുത്ത തീരുമാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂളിലേക്ക് ഇന്ന് കുട്ടിയെ വിടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വീണ്ടും ചർച്ച ചെയ്ത് സ്കൂളിൽ തന്നെ രമ്യമായി വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി സ്കൂൾ അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അയച്ചിരിക്കുന്ന നോട്ടീസിന് 11 മണിക്ക് മുമ്പ് തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുന്ന നീക്കങ്ങളാണ് സ്കൂളിൽ നിന്നുണ്ടാകുന്നത്. അതേസമയം തന്നെ ഈ കുട്ടിയെ സ്കൂളിൽ തുടർന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ പിതാവുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് സ്കൂൾ അധികൃതർ പങ്കുവയ്ക്കുന്നത്. ഇതിലിപ്പോൾ ഈ വിമർശനമൊക്കെ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നൊക്കെ രൂക്ഷ വിമർശനം അത് മന്ത്രിക്കെതിരെയൊക്കെയാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. വർഗീയ ശക്തികൾക്കൊരു ആയുധം വെച്ചു കൊടുക്കലാണ് എന്ന തരത്തിലേക്ക്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ വിഷയം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പിതാവ് പറയുകയാണ്. അപ്പോൾ ഇതിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഈ വിവാദം എന്ന് തന്നെയാണോ? നമ്മൾക്ക് കൂടുതൽ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന്, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലഭിച്ചോ റാഫി? അനുജ, ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ ഈ കുട്ടിയുടെ കുടുംബത്തിനും ആഗ്രഹമില്ല. ഇന്ന് പിതാവിനെ നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു പരസ്യമായ ഒരു പ്രതികരണം നൽകാൻ പിതാവ് തയ്യാറായില്ല. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന ഒരു വിവരം, ഈ വിഷയം വർഗീയമായോ മറ്റ് രാഷ്ട്രീയമായോ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ വ്യക്തിപരമായാണ് ഇത് മുന്നോട്ട് പോയത്. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റാരുടെയും ഒരു തരത്തിലുമുള്ള പങ്കുമില്ല. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം, തൻ്റെ കുട്ടി വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോകണം. ഇത് തന്നെയാണ് ഈ പിതാവിൻ്റെയും നിലപാട്. ആ നിലപാടിൽ നിന്ന് പിതാവ് പിന്നോട്ട് പോകാൻ തയ്യാറുമല്ല എന്നുള്ളതാണ് ഇന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം ഈ സ്കൂളിനും അത് തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഈ വിഷയം ഒരു സ്കൂൾ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്യം എന്നുള്ളത്, കുട്ടിയും അതിൻ്റെ അമ്മയും തമ്മിലുള്ള ഒരു പ്രശ്നം, അതൊരു കുടുംബ പ്രശ്നം, ആ പ്രശ്നം ആ കുട്ടിയും അമ്മയും തമ്മിൽ സംസാരിച്ച് തീർക്കുന്നു. അത്ര തന്നെ അതേ രീതിയിൽ ഈ കുട്ടിയുമായുള്ള പ്രശ്നം സ്കൂള് പരിഹരിക്കും എന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷയാണ് സ്കൂൾ അധികൃതർ പങ്കുവച്ചത്. അതേ നിലയിൽ തന്നെയുള്ള ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം രമ്യമായി തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അതാണ്. പക്ഷേ മാനേജ്മെന്റിന് കടുത്ത വിയോജിപ്പുള്ളത് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളിലൊക്കെയാണ്. അവർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന സൂചന നൽകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇതൊരു സമവായത്തിൽ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അത് നല്ല കാര്യം എന്നൊരു നിലപാടാണ് ഇന്ന് സ്വീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.